ഹായ് ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൊഡ്യൂൾ 3-ലെ ഫസ്റ്റ് ചാപ്റ്ററാണ്. മെറ്റീരിയോളജിക്കൽ ആസ്പെക്ട്സ് ഓഫ് എയർ പൊല്യൂട്ടൻ്റ് ഡിസ്പേർഷൻ. നമ്മുടെ എയർ പൊല്യൂട്ടൻ്റ് അറ്റ്മോസ്ഫിയറിൽ അല്ലെങ്കിൽ എൻവറോൺമെൻറ്റിൽ ഡിസ്പേഴ്സ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനവിടെ ഉണ്ടാകുന്ന മൂവ്മെൻറ്റ്, ട്രാൻസ്പോർട്ടേഷൻ, അത്തരത്തിലുള്ള കാര്യങ്ങളിലുള്ള മെറ്റീരിയോളജിക്കൽ ആസ്പെക്ട്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, മെയിൻലി 4 ആസ്പെക്ട്സ് ആണ് നമ്മൾ ഈ ഒരു മെറ്റീരിയോളജിക്കൽ പേഴ്സ്പെക്റ്റീവിൽ പറയുന്നത്. അതാണ് ഇവിടെ നോട്ട് ഡൗൺ ചെയ്തിട്ടുള്ളത്. സോ ഫസ്റ്റ് വൺ, ഫോർകാസ്റ്റിംഗ് എയർ പൊല്യൂഷൻ പൊട്ടൻഷ്യൽ സോ ദാറ്റ് ദ എയർ പൊല്യൂഷൻ കൺട്രോൾ ഏജൻസീസ് ക്യാൻ അലേർട്ട് ഇൻഡസ്ട്രി ടു ക്യാരി ടെമ്പററി അബട്ട്മെൻറ്റ് ആക്ഷൻ. എയർ പൊല്യൂഷൻ പൊട്ടൻഷ്യൽ ഫോർകാസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റത്തെ ഒരു സ്റ്റെപ്പ് അല്ലെങ്കിൽ ആസ്പെക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. അത്തരത്തിലുള്ള ഒരു പൊല്യൂഷൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പൊട്ടൻഷ്യലിൻ്റെ കാൽക്കുലേഷൻ ഫോർകാസ്റ്റിംഗ് വഴി നമുക്ക് അവിടെയുള്ള ഇൻഡസ്ട്രീസിനെല്ലാം പെട്ടെന്ന് തന്നെ ഒരു സഡൻ ആക്ഷൻസ് ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാൻ സാധിക്കും. സോ പൊല്യൂഷൻ കൺട്രോളിങ് ഏജൻസീസ് ഒരു ഫോർകാസ്റ്റ് ചെയ്യുന്നതോട്, ഫോർകാസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാവിയിൽ എത്ര പൊല്യൂഷൻസ് ഉണ്ടാവും അല്ലെങ്കിൽ എത്ര പൊട്ടൻഷ്യൽ ഓഫ് പൊല്യൂഷൻസ് അവിടെ ഒബ്സർവ് ചെയ്യപ്പെടും എന്നുള്ള ഒരു കാൽക്കുലേഷനാണ്. സോ അങ്ങനെ ഫോർകാസ്റ്റ് ചെയ്യുന്നത് വഴി നമുക്കങ്ങനെ ഒരു ഹൈലി പൊട്ടൻഷ്യലുള്ളൊരു പൊല്യൂഷൻ ഒരു പെർട്ടിക്കുലർ സമയത്ത് അവിടെ ഉണ്ടാകും എന്നുള്ളൊരു കാൽക്കുലേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആ ഇൻഡസ്ട്രീസിലേക്ക് നമുക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസും ഡയറക്ഷൻസും കൊടുത്ത് അവിടെ എടുക്കേണ്ട ആക്ഷൻസ് എന്തൊക്കെയാണ് എന്ന് പ്ലാൻ ചെയ്യാൻ പറ്റും. ഓക്കെ, സെക്കൻഡ് വൺ, സെലക്ടിങ് സൈറ്റ്സ് ആൻഡ് ഡിസൈനിങ് എമിഷൻ സിസ്റ്റംസ് ഫോർ ലാർജ് ഇൻഡസ്ട്രിയൽ സോഴ്സസ്. വലിയ ഇൻഡസ്ട്രിയൽ ഏരിയാസിൽ അല്ലെങ്കിൽ ഇൻഡസ്ട്രീസിൽ വളരെ വലിയ രീതിയിലുള്ള പൊല്യൂഷൻസിൻ്റെ എമിഷൻസ് ഉണ്ടാവും എന്നുള്ളത് ഡെഫിനറ്റ്ലി ഷുവർ കേസാണ്. അല്ലെങ്കിൽ അവിടെയുള്ള ബൈ പ്രൊഡക്റ്റായിട്ട് പലതരത്തിലുള്ള ഗ്യാഷ്യസ് എമിഷൻസും സംഭവിക്കാൻ സാധ്യതയുണ്ട്. സോ അത്തരത്തിലുള്ള ഇൻഡസ്ട്രീസിൻ്റെ സൈറ്റ് എവിടെയാണ് അതിൻ്റെ ലൊക്കാലിറ്റി എന്നുള്ളത് സെലക്ട് ചെയ്യാനും അതുപോലെ തന്നെ അവയുടെ എമിഷൻ സിസ്റ്റം, അവയിൽ നിന്നും ഈ ഒരു ഗ്യാഷ്യസ് എമിഷൻ സംഭവിക്കുന്ന ആ ഒരു എമിഷൻ സിസ്റ്റത്തിൻ്റെ ഡിസൈനിങ്ങും ഒരു പ്രൊഫഷണൽ ആയിട്ട് പർട്ടിക്കുലർ ഒബ്ജക്റ്റീവോടെ, അതായത് മാക്സിമം പൊല്യൂഷൻ കുറയ്ക്കണം, പൊട്ടൻഷ്യൽ കുറയ്ക്കണം എന്നുള്ള ആ ഒരു ഒബ്ജക്റ്റീവ് മനസ്സിൽ കണ്ടുകൊണ്ടുള്ളൊരു ഡിസൈനിങ് കൂടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതാണ് മറ്റൊരു ആസ്പെക്റ്റ് എന്ന് പറയുന്നത്. വലിയ ഇൻഡസ്ട്രിയൽ ഏരിയാസിന് വേണ്ടിയിട്ടുള്ള സൈറ്റ് സെലക്ട് ചെയ്യുകയും അതുപോലെ തന്നെ എമിഷൻ സിസ്റ്റം ഡിസൈൻ ചെയ്യുകയുമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നെക്സ്റ്റ് ആസ്പെക്റ്റ്. ദെൻ തേർഡ് വൺ, എസ്റ്റാബ്ലിഷിംഗ് എയർ മോണിറ്ററിംഗ് സർവേ. എയർ ക്വാളിറ്റി മോണിറ്റർ ചെയ്യുന്ന സർവേസ് എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു ആസ്പെക്റ്റായിട്ട് പറഞ്ഞിട്ടുള്ളത്. അതായത് അത്തരം സർവേസ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു റെഗുലർ ടൈം പീരിയഡിൽ നടത്തുന്നത് വഴി അപ്പോൾ എയർ ക്വാളിറ്റി എങ്ങനെയുണ്ട് എന്നുള്ളൊരു കമ്പാരിറ്റീവ് സ്റ്റഡി നമുക്ക് നടത്താൻ പറ്റും. ജസ്റ്റ് എക്സാമ്പിളായിട്ട് ഇന്ന് നമ്മളൊരു സർവേ നടത്തി, ദെൻ ഒരു 2 മന്തിന് ശേഷമാണ് നെക്സ്റ്റ് സർവേ നടത്തുന്നത്, ദെൻ നെക്സ്റ്റ് 2 മന്തിന് ശേഷം, അങ്ങനെ ഒരു 3 കണ്ടിന്യൂസ് ഡ്യൂറേഷൻ്റെ സർവേ റിപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്കവിടെ ഒരു കറക്റ്റ് കമ്പാരിസൺ കിട്ടും. ആദ്യത്തേതുമായിട്ട് എത്രത്തോളം മാറ്റമുണ്ട്, കൂടുതലാണോ കുറവാണോ, ഏത് പൊല്യൂട്ടൻ്റാണ് കൂടുതലായിട്ട് ഒബ്സർവ് ചെയ്യപ്പെടുന്നത്, അത്തരത്തിലുള്ളൊരു പ്രോപ്പർ കമ്പാരിറ്റീവ് സ്റ്റഡി നമുക്ക് എൻവയോൺമെൻറ്റിലുള്ള പൊല്യൂഷനെ അല്ലെങ്കിൽ പൊല്യൂട്ടൻസിനെ കുറിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു സർവേ ഹെൽപ്ഫുള്ളായിരിക്കും. ആൻഡ് ദ ലാസ്റ്റ് ആസ്പെക്റ്റ്, ക്യാരിയിങ് ഔട്ട് റിസർച്ച് ഓൺ എയർ പൊല്യൂഷൻ കൺട്രോൾ മെത്തേഡ്സ്. എയർ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യുന്ന മെത്തേഡ്സിനെ കുറിച്ചുള്ള റിസർച്ച് ക്യാരി ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഫൈനലായിട്ട് പറഞ്ഞിട്ടുള്ള ആസ്പെക്ട്സ്. അതായത് പലതരത്തിൽ നമ്മൾ പൊല്യൂഷൻ കൺട്രോളിങ്ങിനുള്ള മെത്തേഡ്സും സജഷൻസും ഒക്കെ പറയാറുണ്ട്. പക്ഷേ മോർ പ്രാക്ടിക്കലായിട്ട് നമുക്ക് നമ്മുടെ ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസിനെ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസിനെ ഒന്നും ബാധിക്കാത്ത തരത്തിൽ ഏത് രീതിയിൽ പൊല്യൂഷൻ്റെ ജനറേഷൻ അല്ലെങ്കിൽ പൊല്യൂട്ടൻസിൻ്റെ എമിഷൻ കുറയ്ക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ള വളരെ വൈഡ് ആയിട്ടുള്ള റിസർച്ച് നടത്തുക എന്നുള്ളതാണ് ഫോർത്ത് ആസ്പെക്റ്റായിട്ട് മെറ്റീരിയോളജിയിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ക്ലാസ് ഓഫ് സോഴ്സ് ഓഫ് പൊല്യൂട്ടൻസ്. നമ്മൾ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് സോഴ്സ് ഓഫ് പൊല്യൂട്ടൻസ് എല്ലാം മുൻപത്തെ മൊഡ്യൂളുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. സോ അതിന് 2 ക്ലാസ്സസ് ആയിട്ട് ഈ ഒരു മെറ്റീരിയോളജിക്കൽ ആസ്പെക്ട്സിൻ്റെ ബേസിസിൽ ഒരു 2 ക്ലാസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ലോ ലെവൽ എമിറ്റേഴ്സ് എന്നും ഹൈ ലെവൽ എമിറ്റേഴ്സ് എന്നുമാണ് അതിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. സോ ലോ ലെവൽ എമിറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെഹിക്കിൾ, കമ്പസ്റ്റൻ സോഴ്സസ് ഫോർ സ്പേസ്, ഹീറ്റിംഗ് ഹൗസ്, സ്മോൾ കൊമേഴ്ഷ്യൽ ബിൽഡിങ്സ് ആൻഡ് പ്രൈവറ്റ്ലി ഓൺ ഇൻസിനറേറ്റേഴ്സ്. വാഹനങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ വീടുകളിൽ ഹീറ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന കമ്പസ്റ്റൻ സോഴ്സുകൾ, കൊമേഴ്ഷ്യൽ അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ടുള്ള ഇൻസിനറേറ്റേഴ്സ് എല്ലാമാണ് ലോ ലെവൽ എമിറ്റേഴ്സ് എന്നുള്ളൊരു ക്ലാസിഫിക്കേഷനിൽ വരുന്നത്. ഹൈ ലെവൽ എമിറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേക്സ് സർവേയിങ് ഇൻഡസ്ട്രിയൽ സോഴ്സസ്,
central heating system for industries, commercial and institutional multi-building complexes, and municipal incinerators. ഓക്കെ, സോ അത്രയും ഏരിയാസിലാണ് നമ്മുടെ ഒരു ഹൈ ലെവൽ എമിറ്റേഴ്സ് എന്നുള്ളൊരു ക്ലാസിഫിക്കേഷനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വലിയ ഇൻഡസ്ട്രിയൽ സോഴ്സസുള്ള സ്റ്റാക്സ്, അതുപോലെ തന്നെ വലിയ ഇൻഡസ്ട്രീസ്, കൊമേഴ്ഷ്യൽ ബിൽഡിങ്സ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ബിൽഡിങ്സ്, അല്ലെങ്കിൽ വലിയ മൾട്ടി കോംപ്ലക്സ് ബിൽഡിങ്സ്, മൾട്ടിപർപ്പസ് ബിൽഡിങ്സ്, അത്തരത്തിലുള്ള ഹീറ്റിംഗ് സിസ്റ്റം, ദെൻ മുനിസിപ്പൽ ഇൻസിനറേറ്റേഴ്സ്, അത്രയെല്ലാം നമ്മൾ ഹൈ ലെവൽ എമിറ്റേഴ്സ് എന്നുള്ള ക്ലാസിഫിക്കേഷനിലാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ജസ്റ്റ് ഈ ഒരു മെറ്റീരിയോളജിക്കൽ ആസ്പെക്ട്സ് പറയുമ്പോൾ അതിനെ റിലേറ്റ് ചെയ്യുന്ന ഒരു ക്ലാസിഫിക്കേഷൻ കൂടെ അവിടെ ഇൻക്ലൂഡ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഫൈനലി ദ ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് ദാറ്റ് ആർ ഹാവിങ് ഇൻഫ്ലുവൻസ് ഓൺ എയർ പൊല്യൂഷൻ. എയർ പൊല്യൂഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ്, അതാണ് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. അത് തന്നെയാണ് ഈ ഒരു സെഷനിലുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടും. ഓക്കെ, സോ നമ്മളിപ്പോൾ പറഞ്ഞത് എന്തൊക്കെയാണ് 4 ആസ്പെക്ട്സ് എന്നുള്ളത് നോട്ട് ഡൗൺ ചെയ്തു. അതിനുശേഷം ജസ്റ്റ് ഒരു ക്ലാസിഫിക്കേഷൻ, ലോ ലെവൽ ആൻഡ് ഹൈ ലെവൽ എമിറ്റേഴ്സ് എന്നുള്ളൊരു ക്ലാസിഫിക്കേഷനും കാണിച്ചു. ഇനി പറയുന്നതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെഷൻ. എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഈ ഒരു സെഷൻ തന്നെയാണ് നമ്മൾ കൂടുതലായിട്ട് പഠിക്കേണ്ടതും അല്ലെങ്കിൽ കവർ ചെയ്യേണ്ടതും. സോ ദ ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് ദാറ്റ് ആർ ഹാവിങ് ഇൻഫ്ലുവൻസ് ഓൺ എയർ പൊല്യൂഷൻ. എയർ പൊല്യൂഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് 2 ക്ലാസിഫിക്കേഷൻസ് ആണ് ഈ ഒരു ഫാക്ടേഴ്സിന് കൊടുത്തിട്ടുള്ളത്. പ്രൈമറി ഫാക്ടേഴ്സ് ആൻഡ് സെക്കൻഡറി ഫാക്ടേഴ്സ്. പ്രൈമറി ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൻഡ്, ടെമ്പറേച്ചർ, അറ്റ്മോസ്ഫിയറിക് സ്റ്റെബിലിറ്റി, മിക്സിംഗ് ഹൈറ്റ് തുടങ്ങിയവയാണ്. സെക്കൻഡറി ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസിപ്പിറ്റേഷൻ, സോളാർ റേഡിയേഷൻ, ദെൻ ഹ്യൂമിഡിറ്റി. ഓക്കെ, സോ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ എഴുതുന്ന സമയത്ത് ആദ്യം പ്രൈമറി ഫാക്ടേഴ്സ് എന്ന് എഴുതിയിട്ട് ഏതൊക്കെയാണെന്നുള്ളത് നോട്ട് ഡൗൺ ചെയ്യുക. അതിനുശേഷം സെക്കൻഡറി ഫാക്ടേഴ്സ് എന്ന് എഴുതുക. പ്രസിപ്പിറ്റേഷൻ, സോളാർ റേഡിയേഷൻ, ഹ്യൂമിഡിറ്റി എന്നുള്ളതും കൂടി എഴുതിയതിന് ശേഷം വേണം നമ്മൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനാലിസിസിലേക്ക് പോകാൻ. ഓക്കെ, സോ ഇനി നമുക്ക് നോക്കാനുള്ളത് വിൻഡ് എന്ന് പറയുന്ന പ്രൈമറി ഫാക്ടറിനെ കുറിച്ചുള്ളൊരു ഡീറ്റെയിൽഡ് അനാലിസിസ് ആണ്. സോ നമുക്കറിയാം പൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി അവിടെ വിൻഡിനുള്ള കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് വളരെ വലുതായിരിക്കും എന്നുള്ളത്. സോ വിൻഡിനെ കുറിച്ച് പറയുമ്പോൾ വിൻഡിൻ്റെ ചില പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ചില ആക്ടിവിറ്റീസ് തന്നെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ചില ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ ഫസ്റ്റ് വൺ വിൻഡിൽ പറയുന്നത് വിൻഡ് ഡയറക്ഷനാണ്. ഒരു പൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു പൊല്യൂട്ടൻറ്റിൻ്റെ ട്രാൻസ്പോർട്ടേഷനെ വളരെ വലിയ രീതിയിൽ അഫക്റ്റ് ചെയ്യുന്ന ഒന്നാണ് വിൻഡിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. കാറ്റ് ഏത് ദിശയിലാണ് അടിക്കുന്നത് എന്നുള്ളതിന് വളരെ വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട് ഇൻ കേസ് ഓഫ് പൊല്യൂഷൻ. സോ ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഇൻ പ്രൊഡിക്റ്റിംഗ് എയർ പൊല്യൂഷൻ പൊട്ടൻഷ്യൽ ഓഫ് ആൻ ഏരിയ വെൻ ദ പ്രിൻസിപ്പൽ സോഴ്സ് ഓഫ് പൊല്യൂട്ടൻസ് ആർ ഹൈ ലെവൽ എമിറ്റേഴ്സ് ലൊക്കേറ്റഡ് നിയർ ഈച്ച് അതർ ഇൻ ആൻ ഇൻഡസ്ട്രിയൽ സോൺ പോർഷൻ ഓഫ് എ സിറ്റി. വിൻഡ് ഡയറക്ട്സ് ദ ട്രാവൽ ഓഫ് എയർ പൊല്യൂട്ടൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ വലിയ ഹൈ ലെവൽ എമിറ്റേഴ്സ്, നമ്മൾ നേരത്തെ പറഞ്ഞ ഹൈ ലെവൽ എമിറ്റേഴ്സൊക്കെ ഉള്ള ഒരു ഇൻഡസ്ട്രിയൽ സോണിൽ വിൻഡിനാണ് അല്ലെങ്കിൽ വിൻഡിൻ്റെ ഡയറക്ഷനാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. അതായത് ഒരു എയർ പൊല്യൂഷൻ പൊട്ടൻഷ്യൽ എത്രത്തോളം ഉണ്ട് അല്ലെങ്കിൽ ഏത് ഭാഗത്തേക്കാണ് എയർ പൊല്യൂഷൻ സംഭവിക്കുന്നത്, എയർ പൊല്യൂട്ടൻറ്റിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നത് എന്ന് പറയാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൈം ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ ലെവൽ എമിറ്റേഴ്സ് ഉള്ള ഇൻഡസ്ട്രിയൽ സോണിലെല്ലാം ഡെഫിനറ്റ്ലി വിൻഡ് ഡയറക്ഷൻ തന്നെയാണ് എന്നാണ് പറയുന്നത്. ആൻഡ് ഈ ഒരു വിൻഡ് ഡയറക്ഷൻ അല്ലെങ്കിൽ വിൻഡിൻ്റെ ഈ ഒരു ഡയറക്ഷണൽ പ്രോപ്പർട്ടിക്ക് എയർ പൊല്യൂട്ടൻസിനെ ആ ഒരു ഡയറക്ഷനിലേക്ക് കൊണ്ടുപോകാനുള്ളൊരു കപ്പാസിറ്റി അല്ലെങ്കിൽ കപ്പബിലിറ്റിയും ഉണ്ട്. ജസ്റ്റ് എക്സാമ്പിളായിട്ട് നമ്മളൊരു പെർട്ടിക്കുലർ ഏരിയയിൽ നിന്നും നോർത്ത് സൈഡിലേക്കാണ് ഈ ഒരു വിൻഡിൻ്റെ ഡയറക്ഷൻ എന്നുണ്ടെങ്കിൽ സപ്പോസ് ഡെഫിനറ്റ്ലി അവിടെ നിന്ന് വരുന്ന എമിഷൻസിനെയും അല്ലെങ്കിൽ ഗ്യാഷസ് പൊല്യൂട്ടൻസിനെയും എല്ലാം ഇതാ ഒരു നോർത്ത് സൈഡിലേക്ക് തന്നെ ഈ ഒരു വിൻഡിൻ്റെ ഡയറക്ഷൻ വഴി കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. സോ ആ രീതിയിൽ എങ്ങോട്ടാണ് വിൻഡിൻ്റെ ഡയറക്ഷൻ ആ രീതിക്കനുസരിച്ചായിരിക്കും ഈ ഒരു പൊല്യൂഷൻ്റെ ഡിസ്ട്രിബ്യൂഷനും സംഭവിക്കുന്നത്. ഓക്കെ, സെക്കൻഡ് വൺ വിൻഡ് സ്പീഡാണ്. വിൻഡ് സ്പീഡും ഈ ഒരു പറഞ്ഞ രീതിയിൽ തന്നെ നമ്മുടെ എയർ പൊല്യൂഷനെ ഡിപ്പെൻഡ് ചെയ്ത് അല്ലെങ്കിൽ എയർ പൊല്യൂഷൻ്റെ പ്രോപ്പർട്ടീസിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വിൻഡ് തന്നെയാണ്. വിൻഡ് സ്പീഡ്സ് ഡിറ്റർമൈൻ ദ ട്രാവൽ ടൈം ഓഫ് ദ പൊല്യൂട്ടൻ ഫ്രം എ സോഴ്സ് ടു റിസെപ്റ്റർ. ഇറ്റ് ഹാസ് എ കപ്പാസിറ്റി ഫോർ ഡയലൂഷൻ ഇഫക്റ്റ് ഇൻ അറ്റ്മോസ്ഫിയർ. ഒരു സോഴ്സിൽ നിന്നും റിസെപ്റ്ററിലേക്ക് ഒരു എയർ പൊല്യൂട്ടൻ്റ് ട്രാവൽ ചെയ്യേണ്ട ടൈം എത്രയാണ് അല്ലെങ്കിൽ ഏത് സമയം കൊണ്ട് എത്തും എന്നുള്ളത് ഡിഫൈൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിറ്റർമിൻ ചെയ്യുന്നത് വിൻഡിൻ്റെ സ്പീഡ് ഉപയോഗിച്ചിട്ടാണ്. വളരെ സ്പീഡ് കുറവാണെങ്കിൽ, വിൻഡിൻ്റെ സ്പീഡ് വളരെ കുറവാണെങ്കിൽ വളരെ പതുക്കെ മാത്രമേ ഈ ഒരു എയർ പൊല്യൂഷൻ്റെ അല്ലെങ്കിൽ എയർ പൊല്യൂട്ടൻറ്റിൻ്റെ ഈ ഒരു ട്രാൻസ്പോർട്ടേഷൻ മൂവ്മെൻറ്റ് നടക്കുകയുള്ളൂ. പക്ഷേ വളരെ വലിയ സ്പീഡിലാണ് വിൻഡ് ബ്ലോ ചെയ്യുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ നടക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഡയലൂഷൻ ഇഫക്ട്സിനും ഈ ഒരു വിൻഡിൻ്റെ സ്പീഡിന് കപ്പാസിറ്റി ഉണ്ട് എന്നാണ് പറയുന്നത്. അതായത് ഈ ഒരു എയർ പൊല്യൂട്ടൻസ് ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ
കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ ഈ വിൻഡ് ബ്ലോ ചെയ്യുന്ന സ്പീഡിൽ ആ പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഗ്യാഷ്യസ് കോമ്പൗണ്ട്സ് ഡയലൂഷൻ സംഭവിച്ച് നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള മറ്റ് ഗ്യാസസ് കോമ്പൗണ്ട്സുമായിട്ട് മിങ്കിൾ ചെയ്ത് അല്ലെങ്കിൽ അവയായിട്ടുള്ള ഒരു ഡയലൂഷൻ പ്രോസസ്സ് വഴി ഇതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി പൊല്യൂഷൻ്റെ ഒരു ഇൻറ്റൻസിറ്റി കുറയ്ക്കാനുള്ള ഒരു പോസിബിലിറ്റിയും വിൻഡ് സ്പീഡ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിസ്റ്റിന് ഉണ്ട്. ഓക്കെ, വളരെ വലിയ സ്പീഡിൽ വിൻഡ് ബ്ലോ ചെയ്യുകയാണ് ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ ഒരുപാട് പോയിസണസ് ആയിട്ടുള്ള ടോക്സിക് ആയിട്ടുള്ള ഗ്യാഷ്യസ് എമിഷൻസ് കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വിൻഡ് ബ്ലോ ചെയ്യുന്ന സ്പീഡിൽ അവയ്ക്ക് മൂവ്മെൻറ്റ് സംഭവിച്ച് അവയുടെ ആ ഒരു തിക്ക് പ്രോപ്പർട്ടി നഷ്ടപ്പെടും. അതായത് അവ കൂടി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ടോക്സിസിറ്റി നഷ്ടപ്പെട്ട് ഡയലൂഷൻ സംഭവിച്ച് അതിൻ്റെ ഇൻറ്റൻസിറ്റി ടോക്സിക് ഇൻറ്റൻസിറ്റി കുറയ്ക്കാനുള്ളൊരു പോസിബിലിറ്റി കൂടെ അവിടെ ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് വിൻഡിൻ്റെ പ്രോപ്പർട്ടിയാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് വിൻഡ് ടർബുലൻസ്. വിൻഡ് ടർബുലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ ഫ്രീക്വൻസി ഫ്ലക്ച്വേഷൻസ് ഇൻ ദ വിൻഡ് ഈസ് നോൺ ആസ് വിൻഡ് ടർബുലൻസ്. വിൻഡിന് വരുന്ന വളരെ വലിയ ഫ്രീക്വൻസിയിലുള്ള വേരിയേഷൻസിനെയാണ് ബേസിക്കലി വിൻഡ് ടർബുലൻസ് എന്ന് പറയുന്നത്. ഇത് ഹൊറിസോണ്ടൽ ഡയറക്ഷനിലും വേർട്ടിക്കൽ ഡയറക്ഷനിലും സംഭവിക്കുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അതുകൊണ്ട് തന്നെ ഇതൊരു റാൻഡം മോഷനായിട്ട് നമുക്ക് പറയാൻ പറ്റും. അതായത് ഹൊറിസോണ്ടലായിട്ടും വേർട്ടിക്കലായിട്ടും ഈ ഒരു ഫ്രീക്വൻസി ഫ്ലക്ച്വേഷൻസ് വളരെ വലിയ ഫ്രീക്വൻസി ഫ്ലക്ച്വേഷൻസ് വിൻഡിനുണ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്കൊരു റാൻഡം മോഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ സാധിക്കും. സോ ഈ ഒരു റാൻഡം മോഷൻ റെസ്പോൺസിബിൾ ഫോർ മൂവ്മെൻറ്റ് ആൻഡ് ഡിഫ്യൂഷൻ ഓഫ് എയർ പൊല്യൂട്ടൻസ്. ഇത്തരത്തിലുള്ള ഈ ഒരു റാൻഡം മോഷൻ നമ്മുടെ എയർ പൊല്യൂട്ടൻസിൻ്റെ മൂവ്മെൻറ്റിനും ഡിഫ്യൂഷനും കാരണമാവുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതായത് അതിൻ്റെ ഇൻറ്റൻസിറ്റി നേരത്തെ പറഞ്ഞ പോലെ കുറയ്ക്കാൻ ഉള്ള ഒരു പോസിബിലിറ്റി അവിടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ദെൻ മെക്കാനിക്കൽ ടർബുലൻസും ഉണ്ട്, തെർമൽ ടർബുലൻസ് ഉണ്ട്. മെക്കാനിക്കൽ ടർബുലൻസ് ഈസ് കോസ്ഡ് ബൈ റഫ്നെസ് ഓഫ് ടെറൈൻ, ട്രീസ്, ബിൽഡിങ്സ് എക്സെട്ര. നമ്മുടെ ടെറൈൻ്റെ റഫ്നെസ്, അതുപോലെ തന്നെ മരങ്ങൾ, ബിൽഡിങ്ങുകൾ, ഇവയുടെ ഒരു കാരണം അല്ലെങ്കിൽ ഇവ കാരണമാണ് മെക്കാനിക്കൽ ടർബുലൻസ് എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ടാകുന്നത്. മെക്കാനിക്കലി വരുന്ന വേരിയേഷൻസിൻ്റെ കാരണമായിട്ടുണ്ടാകുന്ന ഫ്ലക്ച്വേഷൻസ്. ദെൻ തെർമൽ ടർബുലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് ഡ്യൂ ടു ദി എർത്ത് സർഫസ് ബീയിങ് ഹീറ്റഡ് ബൈ സൺ. സൺലൈറ്റ് കാരണം അല്ലെങ്കിൽ സണ്ണിൻ്റെ ഹീറ്റ് എനർജി കാരണം നമ്മുടെ എർത്ത് സർഫസ് ചൂടാവുന്നത് വഴിയാണ് തെർമൽ ടർബുലൻസ് ഉണ്ടാകുന്നത്. ഡേ ടൈമിലായിരിക്കും നൈറ്റ് ടൈമിനേക്കാളും കൂടുതലായിട്ട് തെർമൽ ടർബുലൻസ് ഒബ്സർവ് ചെയ്യപ്പെടുന്നത്. സോ വിൻഡിൻ്റെ ടർബുലൻസിനും ഈ രീതിയിൽ നമ്മുടെ എയർ പൊല്യൂട്ടൻസിൻ്റെ ഡയറക്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ മൂവ്മെൻറ്റിനെയും ഡിഫ്യൂഷനെയും ബാധിക്കുന്ന അല്ലെങ്കിൽ അഫക്റ്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് പറയാൻ പറ്റും. വിൻഡ് ടർബുലൻസ് മെക്കാനിക്കൽ ആൻഡ് തെർമൽ എന്നുള്ള രണ്ട് രീതിയിൽ കൂടെ ഉണ്ട്. ഓക്കെ, സോ അത്രയും കാര്യങ്ങളാണ് നമ്മുടെ വിൻഡ് എന്ന് പറയുന്ന പ്രൈമറി ഫാക്ടറിൽ പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് വൺ മിക്സിംഗ് ഹൈറ്റ് ആണ്. ഓക്കെ, മിക്സിംഗ് ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഈ ഒരു എമിഷൻ സംഭവിച്ചിട്ട്, അതായത് ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ ഇൻഡസ്ട്രീസിൽ നിന്ന് ഗ്യാഷ്യസ് ആയിട്ടുള്ള പൊല്യൂട്ടൻസിനെ എമിറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അവ അവിടെ നിന്ന് കുറച്ച് അന്തരീക്ഷത്തിൽ ഹൊറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടും എല്ലാം മൂവ് ചെയ്യും. സോ അത്തരത്തിൽ വെർട്ടിക്കലി ഒരു ഗ്യാഷ്യസ് കോമ്പൗണ്ട് മൂവ് ചെയ്യുന്ന മാക്സിമം ഹൈറ്റ് അവ അവിടെ അറ്റ്മോസ്ഫിയറിൽ ആൾറെഡി അവൈലബിൾ ആയിട്ടുള്ള കെമിക്കൽസുമായിട്ട് കമ്പൈൻ ചെയ്യുന്ന ആ ഒരു പെർട്ടിക്കുലർ വെർട്ടിക്കലി പോകുന്ന മാക്സിമം ഹൈറ്റിനെയാണ് മിക്സിംഗ് ഹൈറ്റ് എന്ന് പറയുന്നത്. The height above Earth's surface to which related pollutants will extend through the action of atmospheric turbulence. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത്തരത്തിലുള്ള എയർ പൊല്യൂട്ടൻസ് അറ്റ്മോസ്ഫിയറിലേക്ക് എമിറ്റ് ചെയ്യപ്പെട്ടിട്ട് മാക്സിമം വെർട്ടിക്കലി പോകുന്ന ആ ഒരു ഡിസ്റ്റൻസ്, അതായത് അറ്റ്മോസ്ഫിയറിക് ടർബുലൻസിൻ്റെ ഒരു ഭാഗമായിട്ട് മാക്സിമം എത്രത്തോളം ഹൈറ്റ് വരെ ഇവ പോവും, അതുപോലെ തന്നെ നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള കെമിക്കൽസുമായിട്ട് കമ്പൈൻ ചെയ്യും. ആ ഒരു ഹൈറ്റിനെയാണ് മിക്സിംഗ് ഹൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. പ്രൈമറി ഫാക്ടറിൽ വരുന്ന മറ്റൊരു ഇമ്പോർട്ടൻ്റ് പ്രോപ്പർട്ടിയാണ് ടെമ്പറേച്ചർ. സോ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറലി വാം എയർ സ്റ്റേസ് നിയർ ദ ഗ്രൗണ്ട് ആൻഡ് ദ എയർ ക്യാൻ റൈസ് ഈസിലി ആൻഡ് ക്യാരി എവേ പൊല്യൂട്ടൻസ്. സാധാരണ രീതിയിൽ നമ്മുടെ ഗ്രൗണ്ട് ലെവലിലാണ് വാം എയർ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ നമ്മുടെ എയർ ക്യാൻ ഈസിലി റൈസ് ആൻഡ് ക്യാരി എവേ പൊല്യൂട്ടൻസിനെ വളരെ ഈസിലി നമ്മുടെ ഈ ഒരു ടെമ്പറേച്ചർ വഴി മുകളിലേക്ക് കൊണ്ടുപോകാനുള്ളൊരു
കപ്പാബിലിറ്റി ടെമ്പറേച്ചറിന് ഉണ്ടായിരുന്നു. ആസ് യൂഷ്വൽ പ്രോസസ്സ് അല്ലെങ്കിൽ ആ ഒരു യൂഷ്വൽ പ്രോപ്പർട്ടി വെച്ച് പറയുകയാണെങ്കിൽ എർത്ത് സർഫേസിന് അല്ലെങ്കിൽ ഗ്രൗണ്ടിന് നിയർ ആയിട്ടാണ് വാം എയർ ഉണ്ടാവുക. സോ അതുകൊണ്ട് തന്നെ എയർ പൊല്യൂട്ടൻസിനെ ക്യാരി ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി അവിടെ ഉണ്ടായിരുന്നു. ബട്ട് ഇൻ എ ടെമ്പറേച്ചർ ഇൻവേർഷൻ, കോൾഡ് എയർ ഈസ് ട്രാപ്ഡ് നിയർ ദ ഗ്രൗണ്ട് ബൈ എ വാം എയർ ലെയർ. ബൈ ദിസ് എയർ പൊല്യൂട്ടൻസ് മേ റീച്ച് അൺഹെൽത്തി ലെവൽ. പക്ഷേ ടെമ്പറേച്ചർ ഇൻവേർഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് നടക്കുന്നുണ്ട്. ആ ഒരു പ്രോസസ്സിൻ്റെ റിസൾട്ടൻ്റായിട്ട് നമ്മുടെ ഗ്രൗണ്ട് ലെവലിൻ്റെ നിയറസ്റ്റ് ആയിട്ട് കോൾഡ് എയറിൻ്റെ ഒരു ലെയറും അതിന് മുകളിലുള്ള ഒരു ഹീറ്റ് ആഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വാം എയറിൻ്റെ ഒരു ലെയറിൽ ട്രാപ്പ് ചെയ്യപ്പെട്ടിട്ടാണ് നിലനിൽക്കുന്നത്. സോ അങ്ങനെയുള്ള ഒരു ട്രാപ്ഡ് സിസ്റ്റം ഉള്ളതുകൊണ്ട് അവിടെ ഈ ഒരു ടെമ്പറേച്ചർ വേരിയേഷൻ ഉള്ളതുകൊണ്ട് അവിടെ വളരെ വലിയ രീതിയിൽ നമ്മുടെ പൊല്യൂട്ടൻസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടാനുള്ളൊരു സാധ്യത കൂടുതലായിരിക്കും. ഓക്കെ, സാധാരണഗതിയിൽ വാം എയറാണ് ഗ്രൗണ്ടിന് നിയറസ്റ്റ് ആയിട്ടുണ്ടാവുക. സോ അത് അവിടെയുള്ള എയർ പൊല്യൂട്ടൻസിനെ ക്യാരി ചെയ്ത് പോകാൻ വളരെ സിമ്പിളായിട്ട് സാധിക്കുന്ന ഒരു പ്രോസസ്സായിരുന്നു. പക്ഷേ ടെമ്പറേച്ചർ ഇൻവേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടെമ്പറേച്ചറിൽ വരുന്ന അത്തരത്തിലുള്ള ഓപ്പോസിറ്റ് ആയിട്ടുള്ള വേരിയേഷൻസ്, അതായത് വളരെ ഹോട്ട് ടെമ്പറേച്ചറുള്ള ഒരു ഏരിയയിൽ നേരെ ഓപ്പോസിറ്റായിട്ട് വളരെ കോൾഡ് ആയിട്ടുള്ള ടെമ്പറേച്ചർ വരികയാണെങ്കിൽ ദാറ്റ് ഈസ് ടെമ്പറേച്ചർ ഇൻവേർഷൻ എന്ന് നമുക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് പറയാം. സോ അത്തരത്തിൽ ഗ്രൗണ്ട് ലെവലിൽ വളരെ കോൾഡ് ആയിട്ടുള്ള എയർ അല്ലെങ്കിൽ ടെമ്പറേച്ചർ കണ്ടീഷൻ വരുന്നതും അതിന് മുകളിലായിട്ടൊരു ഹോട്ട് ടെമ്പറേച്ചറിൻ്റെ ഒരു ലെയർ കൊണ്ടുള്ളൊരു ട്രാപ്പിങ്ങും സംഭവിക്കുന്നത് വഴി ഈ എയർ പൊല്യൂട്ടൻസ് ഈ ഒരു ഗ്രൗണ്ട് ലെവലിൽ തന്നെ വളരെ വൈഡായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ വളരെ വലിയ രീതിയിൽ നമ്മുടെ പൊല്യൂട്ടൻസിൻ്റെ സ്പ്രെഡിങ്ങിന് കാരണമാകാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഏറ്റവും അവസാനമായിട്ടുള്ള പ്രൈമറി ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞത് അറ്റ്മോസ്ഫിയറിക് സ്റ്റെബിലിറ്റി ആയിരുന്നു. സോ അറ്റ്മോസ്ഫിയറിക് സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദി മെഷർ ഓഫ് അറ്റ്മോസ്ഫിയറിക് സ്റ്റാറ്റസ് വിച്ച് ഡിറ്റർമൈൻസ് വെദർ ഓർ നോട്ട് എയർ വിൽ റൈസ്, സിങ്ക് ഓർ ബി ന്യൂട്രൽ. നമ്മുടെ അറ്റ്മോസ്ഫിയറിക് സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള ഗ്യാസസ് അല്ലെങ്കിൽ കോമ്പൗണ്ട്സ് അവ ഫർദർ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാകുമോ അല്ലെങ്കിൽ അവ അവിടെ ന്യൂട്രലായിട്ട് തന്നെ നിലനിൽക്കുമോ, അത്തരത്തിലുള്ള ആ ഒരു എയർ സർക്കുലേഷൻ, അറ്റ്മോസ്ഫിയറിലുള്ള എയർ സർക്കുലേഷൻ അല്ലെങ്കിൽ എയർ കോമ്പോസിഷൻ്റെ ഫർദർ ആക്ഷൻസ് എന്തൊക്കെയാവും എന്നുള്ളതിൻ്റെ ഒരു ബേസിസാണ് അറ്റ്മോസ്ഫിയറിക് സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇറ്റ് ഈസ് ദി ടെൻഡൻസി ടു റൈസ് ഓർ ടു റെസിസ്റ്റ് വെർട്ടിക്കൽ മോഷൻ സംഭവിക്കാം അല്ലെങ്കിൽ അത് റെസിസ്റ്റ് ചെയ്യപ്പെടാം. ആ ഒരു കണ്ടീഷനാണ് അറ്റ്മോസ്ഫിയറിക് സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്. സോ അത്തരത്തിൽ അറ്റ്മോസ്ഫിയറിക് സ്റ്റെബിലിറ്റിയും ഈ ഒരു മെറ്റീരിയോളജിക്കൽ ആസ്പെക്ട്സിൽ വരുന്ന ഒരു വളരെ വലിയ ഇമ്പോർട്ടൻ്റ് ഉള്ള പ്രൈമറി ഫാക്ടർ തന്നെയാണ്. ബിക്കോസ് അറ്റ്മോസ്ഫിയർ സ്റ്റേബിൾ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ദെൻ ഫർദർ ആയിട്ടുള്ള ഒരു തരത്തിലുള്ള റൈസിങ് അല്ലെങ്കിൽ മൂവ്മെൻറ്റ് ഉണ്ടാവില്ല, അത് അതുപോലെ നിൽക്കും. സോ അങ്ങനെ സ്റ്റേബിൾ ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആണെങ്കിൽ അവിടെ ഇത്തരത്തിലുള്ള കെമിക്കൽസിൻ്റെ എമിഷൻസ് ഫർദർ വന്നു കഴിഞ്ഞാൽ ഈ ഒരു പൊല്യൂട്ടൻസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ വളരെ വലിയ രീതിയിൽ നടക്കാൻ സാധ്യതയുണ്ട്. സോ അത്തരം ഒരു ഏരിയയിൽ ഈ ഒരു അറ്റ്മോസ്ഫിയറിക് സ്റ്റെബിലിറ്റി ബ്രേക്ക് ചെയ്യപ്പെട്ടിട്ട് അവിടെ എയർ മൂവ്മെൻറ്റ് ടുവാർഡ്സ് വെർട്ടിക്കലി ഉയരത്തിലേക്ക് എയർ മൂവ്മെൻറ്റ് ഉണ്ടായാൽ മാത്രമേ ഈ ഒരു എയർ പൊല്യൂട്ടൻസിൻ്റെ മൂവ്മെൻറ്റ് നടക്കുകയുള്ളൂ. സോ അത്തരത്തിൽ അറ്റ്മോസ്ഫിയറിക് സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും വളരെ വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ തന്നെയാണ്. ഞാനിവിടെ കാണിച്ച നോട്ടിൽ അറ്റ്മോസ്ഫിയറിക് സ്റ്റെബിലിറ്റി ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് നോട്ട് ഡൗൺ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് നീറ്റായിട്ട് നിങ്ങളുടെ നോട്ടിൽ കവർ ചെയ്യുക. അറ്റ്മോസ്ഫിയറിക് സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് എ മെഷർ ഓഫ് അറ്റ്മോസ്ഫിയറിക് സ്റ്റാറ്റസ് വിച്ച് ഡിറ്റർമൈൻസ് വെദർ ഓർ നോട്ട് എയർ വിൽ റൈസ്, സിങ്ക് ഓർ ബി ന്യൂട്രൽ. In general, stability refers to air tendency to rise or to resist vertical motion. അത്രയും കാര്യങ്ങൾ എഴുതുക. ദെൻ അതിൻ്റെ കൂടെ ഞാനിപ്പോൾ ഈ പറഞ്ഞു തന്നിട്ടുള്ള അഡീഷണൽ കാര്യങ്ങൾ കൂടെ എഴുതുക. ഓക്കെ, സോ അത്രയും ഫാക്ടേഴ്സാണ് പ്രൈമറി ഫാക്ടേഴ്സ് എന്നുള്ള രീതിയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. നെക്സ്റ്റ് വൺ സെക്കൻഡറി ഫാക്ടേഴ്സാണ് പ്രസിപ്പിറ്റേഷൻ, സോളാർ റേഡിയേഷൻ ആൻഡ് ഹ്യൂമിഡിറ്റി. ഓക്കെ, സോ അവ എന്തൊക്കെയാണ് എന്നുള്ളൊരു ഡീറ്റെയിൽസ് കൂടെ നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് വൺ ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള മോയ്സ്ചർ കണ്ടൻ്റ് ആണ് ബേസിക്കലി ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ മോയ്സ്ചർ കണ്ടൻറ്റ് ഓഫ് ദ അറ്റ്മോസ്ഫിയർ ഇൻഫ്ലുവൻസ് കൊറോസീവ് ആക്ഷൻ ഓഫ് എയർ പൊല്യൂട്ടൻസ് ആൻഡ് ഇൻഡിക്കേറ്റ് പൊട്ടൻഷ്യാലിറ്റി ഫോർ ഫോഗ് ഫോർമേഷൻ. ഓക്കെ, സോ മോയ്സ്ചർ കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള ആ ഒരു ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ആ ഒരു മോയ്സ്ചറിൻ്റെ അറ്റ്മോസ്ഫിയറിലുള്ള പ്രസൻസ് ആണ്. ഇത് എയർ പൊല്യൂട്ടൻസിൻ്റെ കൊറോസീവ് ആക്ഷനുള്ള ഒരു കാരണമായിട്ട് അല്ലെങ്കിൽ അതിനുള്ളൊരു ഇൻഫ്ലുവൻസ് ആയിട്ട് മാറാറുണ്ട് ഈ ഒരു ഹ്യൂമിഡിറ്റി. അതുപോലെ തന്നെ പൊട്ടൻഷ്യലായിട്ടുള്ള ഫോഗ് ഫോർമേഷനും ഇത്തരത്തിലുള്ള ഹ്യൂമിഡിറ്റിയുടെ പ്രസൻസ് ഈ ഒരു മോയ്സ്ചർ കണ്ടൻറ്റ്
കോസ് ആവുന്നുണ്ട്. എയർ പൊല്യൂട്ടൻസിൻ്റെ ക്രോസീവ് ആക്ഷനും അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഫോഗ് ഫോർമേഷനും ഹ്യൂമിഡിറ്റി ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നാണ് ഒരു സെക്കൻഡറി ഫാക്ടറായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ സോളാർ റേഡിയേഷൻ ആണ്. സോളാർ റേഡിയേഷൻ ഹാവ് പ്രൊണൗൺസ്ഡ് ഇഫക്റ്റ് ഓൺ ദ ടൈപ്പ് ആൻഡ് ഇഫക്റ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ഇൻ ദി അറ്റ്മോസ്ഫിയർ. The photochemical smoke formation is one of the best effect of solar radiation on air pollutants. ഓക്കെ, സോളാർ റേഡിയേഷനും ഈ പറഞ്ഞ രീതിയിൽ തന്നെ വളരെ പ്രൊണൗൺസ്ഡ് ആയിട്ടുള്ള ഇഫക്ട്സ് നമ്മുടെ അറ്റ്മോസ്ഫറിക് ആക്ഷൻസിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള എയർ പൊല്യൂട്ടൻസിൻ്റെ കേസിലുണ്ട് എന്നാണ് പറയുന്നത്. ഇഫക്ട്സ് ഓൺ ദ ടൈപ്പ് ആൻഡ് ഇഫക്റ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ. കെമിക്കൽ റിയാക്ഷൻസ്, അറ്റ്മോസ്ഫിയറിൽ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻസിലും അതുപോലെ തന്നെ ടൈപ്പ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസിലും എല്ലാം ഈ ഒരു സോളാർ റേഡിയേഷൻ്റെ ഇൻഫ്ലുവൻസ് വളരെ വലുതാണ്. അതുപോലെ തന്നെ ഫോട്ടോ കെമിക്കൽ സ്മോഗ് ഫോർമേഷനുള്ള ഒരു വളരെ വലിയ റീസണായിട്ട് ഇത്തരത്തിലുള്ള സോളാർ റേഡിയേഷൻസ് കാരണമാവുന്നുണ്ട്. എയർ പൊല്യൂട്ടൻസിന് ഫോട്ടോ കെമിക്കൽ സ്മോഗ്സ് ആയിട്ട് അല്ലെങ്കിൽ അത് ഫോർമേഷൻ ചെയ്യാൻ വേണ്ട ഒരു ഫർദർ അസിസ്റ്റൻസ് റിയേജൻ്റായിട്ട് ആക്ട് ചെയ്യുന്നത് ഈ ഒരു സോളാർ റേഡിയേഷനാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ആൻഡ് ലാസ്റ്റ് വൺ പ്രസിപ്പിറ്റേഷൻ ആണ്. പ്രസിപ്പിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? റെയിൻഫാൾ ഓർ പ്രസിപ്പിറ്റേഷൻ ഈസ് എക്സേർട്സ് ക്ലെൻസിങ് ആക്ഷൻ ഓൺ ദ പൊല്യൂട്ടൻസ് ഡിസ്ചാർജ്ഡ് ഇൻ ടു ദ അറ്റ്മോസ്ഫിയർ. It accelerates deposition of particulate matter on the ground, hence removal from atmosphere. പ്രസിപ്പിറ്റേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മഴവെള്ളം, ജസ്റ്റ് സിംപ്ലി പറയുകയാണെങ്കിൽ റെയിൻഫാൾ തന്നെയാണ് പ്രസിപ്പിറ്റേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ അവയ്ക്ക് ഒരു വളരെ വലിയ ഒരു ആക്ഷൻ, ക്ലെൻസിങ് ആക്ഷൻ ഓൺ ദ എയർ പൊല്യൂട്ടൻസ് ഉണ്ട്. അതായത് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ തങ്ങി നിൽക്കുന്ന എയർ പൊല്യൂട്ടൻസിനെ ക്ലീൻ ചെയ്യാനുള്ളൊരു കപ്പാബിലിറ്റി ഇത്തരത്തിലുള്ള പ്രസിപ്പിറ്റേഷൻസിനുണ്ട്. സോ അങ്ങനെയുള്ള ആ ഒരു പ്രോസസ്സിൻ്റെ റിസൾട്ടൻ്റായിട്ട് ഇവയുടെ ഇത്തരത്തിലുള്ള ഈ അറ്റ്മോസ്ഫിയറിൽ തങ്ങി നിൽക്കുന്ന പെർട്ടിക്കുലേറ്റ് ആയിട്ടുള്ള ഇമ്പ്യൂരിറ്റീസ് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ നിന്നും ഗ്രൗണ്ടിലേക്ക് ഡിപ്പോസിറ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. ആൻഡ് അത് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ നിലനിൽക്കുന്ന എയർ പൊല്യൂട്ടൻസിൻ്റെ എമൗണ്ട് കുറയ്ക്കാൻ വളരെ ഹെൽപ്ഫുള്ളായിട്ട് മാറുന്ന ഒരു കൺസേൺ തന്നെയാണ്. അതായത് റെയിൻഫാൾ കാരണം നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ നിലനിൽക്കുന്ന പെർട്ടിക്കുലേറ്റ് ആയിട്ടുള്ള പൊല്യൂട്ടൻ മാറ്റേഴ്സ് അതിന് മൂവ്മെൻറ്റ് സംഭവിച്ച് ക്ലീനിങ് മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ അത് മൂവ്മെൻറ്റ് സംഭവിച്ച് ഗ്രൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ അറ്റ്മോസ്ഫിയർ നിന്നും ഇവ റിമൂവ് ചെയ്യപ്പെടും. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഫാക്ടേഴ്സ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. പ്രൈമറി ഫാക്ടേഴ്സ് ആയിട്ട് നമ്മൾ പറഞ്ഞത് എയർ പൊല്യൂട്ടൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. പ്രൈമറി ഫാക്ടേഴ്സ് എന്നും സെക്കൻഡറി ഫാക്ടേഴ്സ് എന്നും. പ്രൈമറിയിൽ വിൻഡ്, ടെമ്പറേച്ചർ, അറ്റ്മോസ്ഫറിക് സ്റ്റെബിലിറ്റി, മിക്സിംഗ് ഹൈറ്റ് എന്ന 4 ഫാക്ടേഴ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത്. വിൻഡിൻ്റെ കേസിൽ വിൻഡ് ഡയറക്ഷൻ, സ്പീഡ്, ടർബുലൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ദെൻ ടെമ്പറേച്ചർ, അതുപോലെ തന്നെ മിക്സിംഗ് ഹൈറ്റ്, അറ്റ്മോസ്ഫറിക് സ്റ്റെബിലിറ്റി. ഇതിൽ അറ്റ്മോസ്ഫറിക് സ്റ്റെബിലിറ്റിയുടെ നോട്ട് ഇതിൽ ആഡ് ചെയ്തിട്ടില്ല എന്നുള്ളത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത്. ആൻഡ് ഫൈനലി സെക്കൻഡറി ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞ് ഹ്യൂമിഡിറ്റി, സോളാർ റേഡിയേഷൻ, പ്രസിപ്പിറ്റേഷൻ, അത്തരത്തിലുള്ള മൊത്തം 7 ഫാക്ടേഴ്സിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിന് മുമ്പായിട്ട് ലോ ലെവൽ എമിറ്റേഴ്സ് എന്നും ഹൈ ലെവൽ എമിറ്റേഴ്സും എന്നുള്ള സോഴ്സ് ഓഫ് പൊല്യൂട്ടൻസിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ പറഞ്ഞു. ആൻഡ് ഫസ്റ്റ് 4 ആസ്പെക്ട്സ്, മെറ്റീരിയോളജി ഇൻവോൾവ് ചെയ്യുന്ന 4 ആസ്പെക്ട്സും പറഞ്ഞു. എയർ പൊല്യൂഷൻ പൊട്ടൻഷ്യൽ ഫോർകാസ്റ്റ് ചെയ്യുന്നൊരു സിറ്റുവേഷൻ, അതുപോലെ തന്നെ സൈറ്റ് സെലക്ഷനും അതുപോലെ തന്നെ എമിറ്റേഴ്സിൻ്റെ ഡിസൈനിങ്ങും ചെയ്യുന്നൊരു പ്രോസസ്സ്, ദെൻ എയർ മോണിറ്ററിങ് സർവേസ് നടത്തുന്ന കാര്യം, ആൻഡ് ഫൈനലി ഒരു റിസർച്ച്, എയർ പൊല്യൂഷൻ കൺട്രോൾ മെത്തേഡ്സിനോട് റിസർച്ച് നടത്തുക എന്നുള്ള സെഷൻസും നമ്മൾ ഈ ഒരു ഏരിയയിൽ ഡിസ്കസ് ചെയ്തു. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഫസ്റ്റ് ചാപ്റ്ററിൽ വരുന്നത്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഈ ഒരു സെഷൻ പഠിച്ച് നോട്ട് എഴുതി മനസ്സിലാക്കുക. എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ഏരിയ തന്നെയാണ് ഇത്. ഓക്കെ, താങ്ക് യു.